ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഈ മൂന്നാറൊക്കെ പോകുന്ന സമയത്ത്, എനിക്ക് ഓർമ്മയുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മൂന്നാർ പോകുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ ചോളം ഇങ്ങനെ ചുട്ടെടുത്തിട്ട് അതിൽ മസാലയൊക്കെ പുരട്ടി പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നാവിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ഈ അടുത്ത സമയത്ത് മാർക്കറ്റിൽ പോയപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടുള്ള ചോളം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് വെച്ചുള്ള സംഭവം നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. രണ്ട് വിധത്തിൽ ഇത് വെച്ചൊരു ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് ചോളം എടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല നല്ല ജ്യൂസി ആയ ചോളം കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല മൂത്ത അതിൻ്റെ ആ ഒരു ചോളത്തിൻ്റെ പീസൊക്കെ നല്ല പോലെ മൂത്ത് നല്ല ജ്യൂസി ആയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കട്ട് ചെയ്തിട്ടു. അതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം വെച്ചു. വെള്ളം കുറച്ചധികം വെക്കണം. അതുകൊണ്ട് തന്നെ 2 കപ്പ് അളവിൽ വെള്ളം വെച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട്. നല്ല വേവുണ്ട് കേട്ടോ ചോളത്തിന്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. അടച്ചു മൂടി വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്നു നോക്കി. നന്നായി പുഴുങ്ങി വരുന്നുണ്ട്. കണ്ടോ, അടർന്നു വരുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ആ വെള്ളം വറ്റുന്ന ഒരളവ് അതാണ് കണക്കാക്കിയാലും മതി. അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. നല്ലപോലെ ബോയിലായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആവിയിൽ വെച്ച് ബോയിൽ ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ, കാരണം കുറേ ടൈം എടുക്കും, ശരിക്കും കിട്ടുകയില്ലേ. ഇത് വെള്ളത്തിലിട്ട് തന്നെ നമ്മൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളം വറ്റി വന്നത് കണ്ടോ. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് എടുത്ത് ചൂടോട് കൂടി തന്നെ നമുക്കിതിന് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്കിതൊരു മറ്റൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഒന്നുകൂടെ നടുകെ കട്ട് ചെയ്തെടുക്കണം. 2 പീസാക്കി എടുക്കണം. എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നടുകെ മുറിച്ചെടുക്കണം. എങ്കിലാണ് നമ്മൾ മസാല ഇടുമ്പോൾ അത് മൊത്തത്തിൽ മസാല അതിലേക്ക് കയറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലും ചെറുതാക്കണ്ട, ഈ ഒരു അളവിൽ മതി. നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ച് കടിച്ച് തിന്നാൻ പാകത്തിനുള്ള ഒരളവിന്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലുതായിട്ട് കോൺ എടുക്കുമ്പോൾ നമുക്കതിൽ മസാല കയറാനും പ്രയാസമായിരിക്കും. പിന്നെ കടിച്ച് തിന്നാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ആ പാത്രം തന്നെ ഒന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്ത ഉടനെ അടുപ്പ് ഓഫ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല. അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ബട്ടർ നല്ല പോലെ മെൽറ്റായി വരും. ഇതിലേക്കാണ് നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ അധികമൊന്നുമില്ല. നമ്മളൊരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ചാട്ട് മസാല നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ചാട്ട് മസാലയും 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഉപ്പിലിട്ടാണ് നമ്മളത് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ബോയിൽ ചെയ്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഉപ്പ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കരുത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത ശേഷം നമ്മളിവിടെ ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോളം ഇട്ട് കൊടുക്കാം. അടുപ്പ് കത്തിച്ചേക്കരുത് കേട്ടോ, കാരണം ഈ മസാല കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ആ ഒരു പാത്രത്തിൻ്റെ ചൂട് മാത്രം മതി നമുക്ക്. ഓൾറെഡി നമ്മളുടെ ചോളം വെന്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. ആ ചോളം ഉള്ള ഭാഗത്തേക്ക് മസാല തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ഭാഗം നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ മസാല എല്ലാം ചേർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ഒരു വായിൽ വെള്ളം വരുന്ന ഒരു രുചി നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. ഇതാണ്
ബോയിൽ ചെയ്ത ചോളം മസാല ചേർത്ത് ഉണ്ടാക്കിയത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വിധത്തിൽ ചോളം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചോളം ചുട്ടെടുക്കാം. ചോളം ചുട്ടെടുക്കാനാണ് നമ്മൾ പോണത്. ചോളം ചുട്ടത് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോളം ചുട്ടെടുത്തിട്ട് അതിൽ മസാലയൊക്കെ പുരട്ടി നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്, അതൊക്കെ കഴിക്കാറുണ്ട്. വളരെ ടേസ്റ്റിയാണത്. പിന്നെ ചോളം വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ അല്ലികളൊക്കെ വളരെ ടൈറ്റായിട്ടിരിക്കുന്ന പിടിച്ചു നോക്കുമ്പോൾ നല്ല ടെമ്പറായിട്ടിരിക്കുന്നതാണെങ്കിലേ വാങ്ങാൻ പാടുള്ളൂ. അമർന്നു പോകുന്നത് വാങ്ങിക്കരുത്, ചോളം ടേസ്റ്റ് ഉണ്ടാവില്ല. ചോളം പൊട്ടുന്ന ശബ്ദമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ശബ്ദം കിട്ടണം നമ്മൾ ചോളം ചുട്ടെടുക്കുമ്പോൾ. കണ്ടോ, ചോളം നല്ല പോലെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പാകത്തിന് എല്ലാ ഭാഗവും തിരിച്ച് തിരിച്ച് കൊടുക്കാം. നല്ലപോലെ ചുട്ടെടുക്കാം. കരിഞ്ഞു പോകരുത്. ഒരേ സൈഡ് തന്നെ വെച്ചിട്ടിരുന്നാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തിരിച്ച് തിരിച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ക്രേറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് കൈ കൊള്ളാതെ തന്നെ നമുക്കത് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ തീയിൻ്റെ നാളങ്ങളിങ്ങനെ കയ്യിലേക്ക് ചേർന്ന് പിടിക്കുമല്ലോ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ നല്ലപോലെ ചുട്ടെടുത്തു. കണ്ടോ, എല്ലാ ഭാഗവും നല്ല കരിയാതെ തന്നെ നല്ല മൊരിഞ്ഞ് ചുട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാല പുരട്ടി കൊടുക്കണം. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. മസാല പൊടിയാണ് കേട്ടോ ഇത്. നേരത്തെ പോലെ ബട്ടറിലൊന്നും നമ്മൾ മസാല തയ്യാറാക്കുന്നില്ല. സാധാരണഗതിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആദ്യം. നേരത്തെ നമ്മൾ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് അതിന് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായില്ല. പക്ഷേ ഇതിന് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം ചാറ്റ് മസാല 1/2 ടീസ്പൂൺ, 3/4 ടീസ്പൂണോളം മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ മസാല എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തെടുക്കാം. നല്ല നീരുള്ള ചെറുനാരങ്ങ നോക്കിയെടുക്കണേ. അതിനുശേഷം നമുക്ക് ചെറുനാരങ്ങ മസാലപ്പൊടിയിൽ മുക്കിയിട്ട് പുരട്ടി കൊടുക്കണം. ആദ്യം തന്നെ ചെറുനാരങ്ങ ഒന്ന് നീരിതുപോലെ ഒന്ന് ജ്യൂസിയാക്കി എടുക്കാം. മസാലപ്പൊടിയിൽ ചെറുനാരങ്ങ മുക്കി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ചോളം ചുട്ടെടുത്ത ചോളത്തിൻ്റെ മേലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. തണുപ്പ് സമയത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ നല്ല പുളിയും എരിവും ഒക്കെ നല്ല പാകത്തിന് കിട്ടി കഴിക്കാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ സീസൺ കുറച്ച് തണുപ്പല്ലേ, ഡിസംബർ ജാനുവരി മാസമൊക്കെ ആകുമ്പോൾ നല്ല സ്നോ സീസൺ ആണല്ലോ. വിൻ്റർ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ മസാല എല്ലാ ഭാഗത്തും നമ്മൾ പുരട്ടി കൊടുത്തു. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണ്, വായിൽ വെള്ളം വരുന്ന ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ തന്നെ. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ അവിടെ അപ്പം തന്നെ ഇറങ്ങും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ബോയിൽ ചെയ്തെടുത്ത് മസാല ചേർത്തതുകൊണ്ട് ചുട്ടെടുത്ത് മസാല ചേർത്തതും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.